നമസ്കാരം. വയനാട്ടിലൊരു വിശേഷവുമായിട്ടാണ് ഇന്നെൻ്റെ വീഡിയോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, അതിനും എത്രയോ മുമ്പ് നടന്നൊരു സംഭവമാണ്. പലർക്കും ഓർമ്മയില്ല. വെള്ളപ്പൊക്കം ഓർമ്മയുണ്ട്, പക്ഷേ അത് നടന്ന വർഷം ഓർമ്മയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ വീട് ഒരു കുന്നിൻ ചരിവിലാണ്. അതിൽ നിന്ന് 40 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴെ വയലിലേക്ക് എത്താൻ. വീടിൻ്റെ വടക്ക് വശവും പടിഞ്ഞാറ് വശവും വിശാലമായ നെൽവയലുകളാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല, ഉണ്ടായിട്ടില്ല. ആ നെൽവയലിൻ്റെ പടിഞ്ഞാറ് വശത്തെ നെൽവയലിൻ്റെ നടുക്കൊരു നരിക്കുനിയുണ്ട്. നരിക്കുനി പേര് വന്നതും എന്തെല്ലാമാണെന്ന് പിന്നീടൊരു അവസരത്തിൽ ഞാൻ പറയാം. ഈ വീടിൻ്റെ തൊട്ട പടിഞ്ഞാറ് വശം പറമ്പ് കഴിഞ്ഞിട്ട് ഒരു 600 മീറ്റർ ദൂരെയായിട്ട്, നരിക്കുനി കഴിഞ്ഞിട്ട് 600 മീറ്ററോളം അകലം, 600-ൽ കൂടെയുള്ളൂ, ഒരു കുന്നാണ്. ആ കുന്ന് അമ്പലക്കുന്ന് എന്നാ പേര്. അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഈ അടുത്ത കാലത്തെങ്ങാനും ഏതോ ഒരു കാപ്പിത്തോട്ടത്തിൽ നിന്നെന്തോ കൊത്തിയപ്പോൾ കണ്ടിരുന്നു എന്ന് മാത്രം പറയുന്നത് കേട്ടു. ഇപ്പോഴും അമ്പലക്കുന്ന് എന്നാണ് പേര് വന്നിരിക്കുന്നത്. ആ അമ്പലക്കുന്നിൻ്റെ നേരെ പിറകിൽ പുഴയൊഴുകുക. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു പുഴയാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിക്കാൻ പോകുന്ന പുഴയാണ്, കുളിക്കാനും ഒക്കെ പോകുന്ന പുഴയാണ്. ആ പുഴയുടെ 2 വശത്തുനിന്നും വെള്ളം കയറും. ഈ വർഷവും കയറി, എല്ലാ വർഷവും വെള്ളം കയറും. ഞങ്ങൾക്ക് വീടിന് താഴെയാണ്, വയലിലാണ് വെള്ളമെത്തുക. ഞാനൊക്കെ ആ വെള്ളം കയറുന്നത് കാത്തിരിക്കും, സ്കൂളിൽ പോകണ്ട. വെള്ളം അത്രയും കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങൾ കുറച്ച് ദൂരെയാണ്. 2.5 കിലോമീറ്റർ നടന്നു പോകണം സ്കൂളിലേക്ക്. ആ ഒരു സ്കൂളിലേക്ക് പോയാൽ വെള്ളം കയറിയാൽ പിന്നെ പോവില്ല. അപ്പോൾ വെള്ളം കയറുമ്പോൾ സന്തോഷമാണ്. ഇന്ന് നമുക്ക് മഴ പെയ്യുമ്പോൾ സന്തോഷത്തേക്കാൾ ദുഃഖം ഉണ്ടാവുന്നത്. കാലം മാറിയില്ലേ. അന്ന് മഴ പെയ്യാൻ കാത്തിരുന്നു, ഇന്ന് മഴ പെയ്യുമ്പോൾ പേടിയാണ്. അപ്പോൾ ആ കാലത്തേക്ക് ഞാൻ പോകുന്നത്, പഴയ കാലത്തേക്ക്. എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലം, എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞതും എൻ്റെ അച്ഛൻ പറഞ്ഞതും എൻ്റെ മറ്റ് അച്ഛൻ്റെ പ്രായവും ഒക്കെയുള്ള ആൾക്കാർ പറഞ്ഞ കാര്യമാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. അന്നൊന്നും പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വന്നാൽ സഹായിക്കാനൊന്നും ആരുമില്ല. ഇന്നത്തെ പോലെ പഞ്ചായത്ത്, സർക്കാർ അങ്ങനെ ഉള്ള ഒരു ഘടകമൊന്നുമില്ല. അത് കോഴിക്കോട് പിന്നെ ജില്ലയിൽ പെട്ടതാണ് വയനാട് ജില്ല. കോഴിക്കോട് കലക്ടറുടെ കീഴിലാണ് വയനാട് ജില്ല. ആ കാലഘട്ടത്തെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അന്ന് പിന്നെ വാഹന ഗതാഗതം അവിടെ ഇല്ല. പിന്നെ ഉള്ളത് ടെലിഫോൺ എന്ന് പറയുന്നത് കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാലം. ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു റേഡിയോ ഉള്ളത് വീട്ടിലാണ്. അച്ഛനൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അന്ന് വലിയൊരു വെള്ളപ്പൊക്കം വന്നു. സാധാരണ 3 ദിവസമൊക്കെ വെള്ളം നിൽക്കാറുള്ളൂ, പിന്നെ അവിടെ ഇറങ്ങിപ്പോകും. ആർക്കും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവാറില്ല. അത് ശീലിച്ചു, എല്ലാവരും ശീലിച്ചു. അതല്ല ഉണ്ടായത്. ഇത് കുറേ ദിവസം നിരന്തരമായ മഴയും വെള്ളവും കയറി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ അമ്പലക്കുന്നിൽ 1-2 വീടുകളേ ഉള്ളൂ അന്ന്. പിന്നെ ഉള്ളത് കോളനിയാണ്. ഇന്ന് കോളനി എന്ന് പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. ആദിവാസികളായിട്ടുള്ള പണിയരെന്ന് പറയുന്ന വയനാടിൻ്റെ മക്കൾ എന്ന് പറയുന്ന ആദിവാസികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം. അവർ ഒരുമിച്ച് താമസിക്കുള്ളൂ. കുടിൽ കെട്ടി ഒരുമിച്ച് താമസിക്കുക. വലിയ വീടൊന്നുമില്ല അവർക്ക്, കുടിലുകളാണ്. മണ്ണുകൊണ്ട് ഒരു തറയുണ്ടാക്കും. ആ തറയിൽ 4 വശത്തും ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലെ സ്ഥലം ഒഴിവാക്കി 1-2 റൂം ചെറിയ പുഴക്കരയിൽ നിന്ന് കെട്ടി, ചെറിയ ഓടയുണ്ട്, ചെറിയ ഓട, ഒരു വിരൽ വണ്ണത്തിലുള്ള ഓട കിട്ടും. ആ ഓട വെട്ടിക്കൊണ്ടുവന്ന് അത് മെടയും.
കീറൊന്നുമില്ല, അത് കീറാതെ തന്നെ മെടഞ്ഞിട്ട് അതിൽ ചളിയും ഉമിയും മിക്സ് ചെയ്യും. ഉമി മിക്സ് ചെയ്യുന്നത് മണ്ണിന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. അത് മിക്സ് ചെയ്തിട്ട് എറിഞ്ഞ് പിടിപ്പിക്കുക ചെയ്യുക. എറിഞ്ഞ് പിടിപ്പിക്കുക, എന്നാലേ അത് പിടിച്ച് നിൽക്കുള്ളൂ. അങ്ങനെ എറിഞ്ഞ് പിടിപ്പിച്ച മണ്ണിൽ പുറത്തും അകത്തും അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു ഡോറ് ഈ മുള കൊണ്ട് തന്നെ ഡോർ ഉണ്ടാക്കുക. അതും ഇതുപോലെ മണ്ണിൻ്റെ ഒരു ഡോറായിരിക്കും. മഴക്കാലമൊക്കെ അവർ കഴിയുന്നത് ആ റൂമിൻ്റെ അല്ലെങ്കിൽ വരാന്തയിൽ ഒരു തീ കത്തിക്കും. ആ ചൂടും എല്ലാവരും കായുക എന്നാണ് പറയുക. തീ കായുക. തീയിൻ്റെ ചൂടിൽ കൈയൊക്കെ വെച്ച് വല്ലപ്പോഴും വല്ല കപ്പയൊക്കെ കിട്ടിയാൽ അതിൽ ചുട്ട് ഭക്ഷിക്കുക, മത്സ്യമൊക്കെ ചുട്ട് ഭക്ഷിക്കുക. അതൊക്കെയാണ് അവരുടെ ഒരു ഭക്ഷണ രീതി തന്നെ വ്യത്യാസമുണ്ട്. അങ്ങനെ അത്രയും ദിവസത്തെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവർ ശരിക്കും പട്ടിണിയിലായി. പട്ടിണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാതായി. അപ്പോൾ എൻ്റെ അച്ഛനന്ന് ചെറുപ്പമാണ്. അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ പിന്നെ വെള്ളം വീടിൻ്റെ പടിക്കൽ, വീടിൻ്റെ താഴെ തന്നെ വെള്ളമാണ്, പറമ്പിനോട് ചേർന്ന് വെള്ളമാണ്. അപ്പോൾ വീട് പറമ്പ് നിറയെ വാഴയാണ്. ഇപ്പോഴും വാഴ കുറവൊന്നുമില്ല. അത് മണ്ണൻ വാഴ എന്ന് പറയുന്നൊരു വാഴയുണ്ട്. അന്നൊന്നും അതിന് വിലയുമില്ല, ആർക്കും വേണ്ട. അപ്പോൾ എന്നും വീട്ടിലിങ്ങനെ പഴം ഉണ്ടാവും. പക്ഷികൾ കൊണ്ടുപോകും, കുറേ അണ്ണാൻ കൊണ്ടുപോകും, വേണ്ടപ്പെട്ടവർ വെട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈ വലിയ വാഴയാണ്, ഇത്ര വണ്ണമുള്ള വലിയ വാഴ. അങ്ങനത്തെ വാഴ വെട്ടിയിട്ട് 5 or 6 വാഴ വെട്ടി നീളത്തിലിട്ട് അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു മീഡിയം സൈസാക്കി വെച്ച് അതിൽ നല്ല ഉറപ്പുള്ള കവുങ്ങിൻ്റെ ഒക്കെ പിന്നെ കവുങ്ങിൻ്റെ കമ്പ് എന്ന് പറയുക എങ്ങനെയാ വെച്ചാൽ കവുങ്ങിൻ്റെ പിന്നെ റീപ്പർ ഉണ്ടാക്കി ആ റീപ്പർ അടിച്ച് കയറ്റും. 2 വശത്തും 4 or 5 റീപ്പർ അടിച്ച് കയറ്റും. 4 or 5 റീപ്പർ അടിച്ച് കയറ്റിയിട്ട് അത് തുഴയൊന്നും ഉണ്ടാവില്ല, പങ്കായൊന്നുമില്ല. വലിയ നീളം കൂടിയ വടി അത് വെച്ച് കൊത്തി ബാലൻസിലാണ് വെള്ളത്തിലൂടെ യാത്ര. അപ്പോൾ അച്ഛനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൃഷി അന്നും ഒന്നും ഉണ്ട്. അന്ന് മില്ലൊന്നുമില്ല. വീട്ടിൽ നിന്ന് തന്നെ വേണം നെല്ല് കുത്തി അരിയാക്കാനും അരി പൊടിക്കാനും ഒക്കെ. അതിനൊക്കെ പ്രത്യേക ഒരു പുര തന്നെ, ഒരക്കോട് എന്ന് പറയുന്ന ഒരു പുര തന്നെ ഉണ്ട്. അവിടെയാണ് നെല്ല് കുത്തുക, കാപ്പി കുത്തുക, പൊടിക്കുക, അരി പൊടിക്കുക, അരി വറക്കുക, എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അച്ഛനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നെല്ലും അതേപോലെ അരിയും പല വ്യഞ്ജനങ്ങളും പിന്നെ കൊലയും ചേനയും ചേമ്പും ഒക്കെ പറമ്പിലുള്ളതാണ്, വേറെ വാങ്ങുന്നതൊന്നല്ല. ഇതെല്ലാം അതുപോലെ കാപ്പിപ്പൊടി, ഉള്ള പഞ്ചസാരയല്ല, അന്ന് ശർക്കരയാണെന്നാണ് കേട്ടത്. ശർക്കര അന്ന് പഞ്ചസാര അത്ര വ്യാപകമായിട്ടില്ല. ശർക്കര പഞ്ചസാര വാങ്ങുമെങ്കിൽ കൂടി ശർക്കരയാണ് കൂടുതലും കാപ്പിയിലൊക്കെ ഉപയോഗിക്കുക. പിന്നെ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു തനതായ ശൈലി മുറുക്കുക എന്ന് പറഞ്ഞാൽ വെറ്റില, അടക്ക, പുകയില, നൂറ്. ഇത് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. അത് ചെറിയ കുട്ടിയെന്നായാലും കൗമാരക്കാരായാലും പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും സ്ത്രീകളും എല്ലാവരും ഉപയോഗിക്കും. രാവിലെ നമ്മളൊക്കെ ഒരു കാപ്പി കിട്ടണം അല്ലെങ്കിൽ ചായ കിട്ടണം എന്ന് പറയുമ്പോൾ അവർ മുറുക്കാനാണ് ചോദിക്കുക. അത് ഒരു സ്ത്രീയോടാണ് ഒരാൾ ചോദിക്കുക, വെച്ചാൽ മുറുക്കാൻ കൊടുമി. ആണിനോടാണെങ്കിൽ മുറുക്കാൻ കൊടു, ഓമിക്കൊടു എന്ന് പറഞ്ഞാൽ കുറച്ച് തരും. അത് ഷെയർ ചെയ്യും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇന്നൊക്കെ മാറിയേ, ഇന്ന് മുറുക്കാൻ മാറിയിട്ട് അത് പുകവലിയിലേക്കും ഒക്കെ മാറിയിരിക്കുകയാണ്. എന്നാലും മുറുക്ക് കുറവൊന്നുമില്ല, മുറുക്ക് നിർബന്ധമാണ് അവർക്ക്. അങ്ങനെ വീട്ടിൽ പ്ലാവുണ്ട്, ഒരു മഞ്ഞപ്ലാവ് എന്ന് പറയുന്ന ഒരു പ്ലാവുണ്ട്. ആ മഞ്ഞപ്ലാവിൻ്റെ മുകളിൽ മുഴുവൻ വെറ്റിലയാണ്. അതൊരു ഔഷധ വെറ്റിലയാണ്. ഇന്ന് കാണുന്ന വീതി കൂടിയ ഇലയുള്ള വെറ്റിലയല്ല, ചെറിയ ഇലയായിരിക്കും.
കുരുമുളക് വള്ളി പോലെ നിറയെ ഇലയായിരിക്കും ചുറ്റും. അതിൻ്റെ ഞെട്ട് ഭാഗം ചുവപ്പ് കളറ്, മെറൂൺ കളർന്നൊരു ചുവപ്പ് കളറായിരിക്കും ഉണ്ടാവുക. എരിവുണ്ടാവും, ചെരുക്കെന്നാണ് പറയുക. ഞാനൊക്കെ എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോഴാ പ്ലാവില്ല, പ്ലാവ് കേട് വന്നപ്പോൾ അത് മുറിച്ച് അത് അങ്ങോട്ട് ഒഴിവായി. ഇപ്പം ആ വീട്ടിലാരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അവർ തന്നെ വന്നിട്ട് അവർ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോഴും വീട്ടിലെ പറിക്കാൻ വീട്ടിലാരും അങ്ങനെ ആ വീട്ടിലല്ല ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും അച്ഛൻ കയറ്റി വെച്ചു. അതിൽ വെളിച്ചെണ്ണയുണ്ട്, എണ്ണയുണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വീട്ടിൽ അന്ന് എന്തൊക്കെയാണോ ഉള്ളത് അതിലുള്ളതിലൊരു ഓരി, നല്ലൊരു പങ്ക് അവർക്ക് എടുത്തു വെച്ചു. അപ്പോൾ അന്ന് അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും പിന്നെ ഉള്ളത് അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയുടെ ഒരു അനിയത്തി അന്ന് വീട്ടിലുള്ളത്. ഇവർക്ക് പൂർണ്ണ സമ്മതമല്ല, കാരണം അത്രയും വലിയ പൊക്കമാണ് അന്ന് വന്നിരിക്കുന്നത്. നരിക്കുനി, ഞാൻ പറഞ്ഞ പാടത്തുള്ള നരിക്കുനി എന്ന് പറഞ്ഞ കുനി കാണുന്നില്ല, മൂടിയിരിക്കുക. അത് മൂടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 2 വശത്ത്, ഒരേ പുഴയാണെങ്കിലും 2 വശത്തെ വയലുകളിൽ കൂടിയും കുന്നിൻ്റെ 2 ഭാഗത്തു കൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം കൂടി ചാലുകൂടി എന്നാ പറയുക. ചാലുകൂടിയ സമയത്ത് ശക്തമായ ഒഴുക്കാണ്, പുഴയിലേക്കാളും ഒഴുക്കുന്നാണ് അന്ന് പറയുന്നത്. പുഴയിൽ വെള്ളം കയറി അങ്ങനെ ലെവലിൽ നിൽക്കുകയാണ്. ഇവിടെ അത്രയും ഒഴുക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് എല്ലാ സാധനങ്ങളും കയറ്റി മഴയില്ലാത്ത സമയത്ത് വേണം പോവാൻ. അന്ന് പ്ലാസ്റ്റിക് കവറുകളൊന്നുമില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ പ്ലാസ്റ്റിക് കവറുകളില്ല, വളരെ അപൂർവം. ചെറിയൊരു മിക്സ്ചറിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങുമ്പോഴേ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുക. അന്നൊക്കെ സാരി കടയിൽ നിന്നൊക്കെ കടലാസ് കവറുകളാണ് കിട്ടുക. പ്ലാസ്റ്റിക് കവർ കാണുകയില്ല. പ്ലാസ്റ്റിക് കവറിൽ അപൂർവമാണ്. പപ്പടം എല്ലാം പേപ്പറിലാണ് പൊതിഞ്ഞ് തരിക. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധനം അന്ന് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ വീടിന് ചുറ്റും ഒന്നും ഉണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക്കിലുള്ളൂ. പേസ്റ്റ് വരുന്നത് പ്ലാസ്റ്റിക് അല്ല, ഒരു സിങ്കിൻ്റെ ഒരു കവറിലാണ് വരിക. അപ്പോൾ അന്നത്തെ കാലത്ത് അച്ഛൻ ഇത്രയും സാധനങ്ങളുമായിട്ട് വെള്ളത്തിൽ പോവുകയാണ്. അത് അവർക്ക് ദൂരെ നിന്ന് കാണാം അവിടെ ഉള്ളവർ. അപ്പോൾ എന്തോ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അതൊരു വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ അവരിയ്ക്കുന്നത്. അങ്ങനെ അച്ഛനിത് തുഴയല്ല ചെയ്യുക, ഈ കുത്തി നമ്മളുടെ ബാലൻസിൽ നീക്കുക ചെയ്യുക ഈ ചങ്ങാടം. ഇത് വേറെ കയറുകൊണ്ട് കെട്ടിയിട്ടോ ഒന്നുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ അതിൽ. അപ്പം അച്ഛൻ്റെ വീട്ടുകാർ മാത്രമേ ഇത് കാണുന്നുള്ളൂ. പിന്നെ അമ്പലക്കുന്നിലെ ആ ആദിവാസികളും മാത്രമേ ഇത് കാണുന്നുള്ളൂ. വേറെ ആര് കാണാനാ? അന്ന് അവിടെ വീടുകളില്ല, കാണാൻ വീടുകളില്ല, റോഡില്ല, ഒന്നുമില്ലാത്ത കാലം. അങ്ങനെ ഈ നരിക്കുനി എന്ന് പറയുന്നത് 2 വയലിൻ്റെയും മധ്യത്തിലാണ് നിൽക്കുന്നത്, 2 കരയുടെയും മധ്യത്തിൽ. അവിടെ എത്തി ഒഴുക്കായി. അവിടെ എത്തുമ്പോഴത്തേക്ക് അച്ഛൻ്റെ തുഴ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിലായി. അത്രയ്ക്കും വെള്ളമായി. ഒരു 4-4.5 ആൾ പൊക്കത്തിൽ വെള്ളമായി എത്തി എന്നാണ് പറയുന്നത്. അച്ഛന് നീന്തറിയാം, അതുകൊണ്ടാണ് വീട്ടുകാർ വിട്ടത്. അച്ഛൻ ഇത്രയും സാധനങ്ങൾ കൊണ്ട് ആ നരിക്കുനിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ഒഴുക്കിൽപ്പെട്ട് ഈ വടി നിലത്ത് കുത്തുന്നില്ല. പിന്നെ എന്താ നിയന്ത്രിക്കാൻ എന്താ ഉള്ളത്? ഇതൊക്കെ ഇങ്ങനെ സമയം മണിക്കൂറുകൾ കൊണ്ടാട്ടോ നടക്കുന്നത്, മെല്ലെയാണ്. ഇതൊന്നും സ്പീഡിൽ പോകുന്ന സംഗതിയല്ല. അപ്പോൾ ഈ ഒഴുക്കിനെ മുറിച്ച് കടക്കണം. ഒഴുക്കിൽപ്പെട്ട് വീട്ടുകാർ ഇപ്പുറത്തെ കുന്നിലിരുന്ന് നിലവിളിക്കുന്നു. അച്ഛൻ ഒഴുക്കിൽപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുകയാണ്. അവസാനം കുറേ ദൂരം ഒഴുക്കിൽ പെട്ടു. അപ്പോഴൊന്ന് വടി കുത്തിപ്പിടിക്കാൻ പറ്റി, വയലിലെ നിലത്തേക്കൊന്ന് കുത്തിപ്പിടിക്കാൻ പറ്റി. അതിൽ ബാലൻസ് ചെയ്ത് എങ്ങനെയൊക്കെ കൂടിയോ അമ്പലക്കുന്നെന്ന് പറയുന്ന കുന്നിലേക്ക് എത്തിച്ചു. അപ്പോഴത്തേക്ക് അവർ ഓടി വന്ന് ഇറങ്ങി ഈ ചങ്ങാടം പിടിച്ചു.
വാഴ കൊണ്ടുണ്ടാക്കി ചങ്ങാടം പിടിച്ചു. അച്ഛനെ പിടിച്ചിറക്കി ചങ്ങാടം കരയിലേക്ക് കയറ്റി സാധനങ്ങളെല്ലാം അവരുടെ കുടിലേക്ക് മാറ്റി. പിന്നെ ശക്തമായ മഴയാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ 5-5:30 ആകുമ്പോഴാണ് മഴ കുറഞ്ഞത്. പക്ഷേ മഴ കൂടിയിട്ടുണ്ടെങ്കിലും അച്ഛന് തിരിച്ചു വരണ്ടേ. മഴ കൂടിയിട്ടുണ്ടെങ്കിലും വെള്ളം കുറച്ച് താണു എന്നാണ് പറയുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന്. അച്ഛനല്ലെങ്കിൽ ഇപ്പുറത്ത് കടക്കാൻ കഴിയില്ല. വെള്ളം ഒഴുക്ക് വെള്ളം നിരപ്പിൽ നിന്ന്, നേരത്തെ ഉണ്ടായിരുന്ന നിരപ്പിൽ നിന്ന് താണു. നരിക്കുനിയൊക്കെ കുറച്ച് കാണാൻ പറ്റുന്ന രൂപത്തിലേക്കായി. അങ്ങനെ ഒരു സന്ധ്യയായാൽ പിന്നെ ഇരുടായാൽ പിന്നെ തിരിച്ച് വെള്ളത്തിലേക്ക് വരാൻ പറ്റില്ല. കാരണം വെളിച്ചം ഉണ്ടാവില്ല. കർക്കിടക മാസമല്ലേ. അന്ന് ടോർച്ച് കാര്യങ്ങളൊന്നുമില്ല. അന്നൊക്കെ ചൂട്ട് കത്തിച്ചിട്ട് അല്ലെങ്കിൽ മണ്ണെണ്ണ പാർന്ന് ഒരു കുപ്പിയിൽ, ഇതൊന്നും കരുതിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ലല്ലോ. പകലല്ലേ പോയത്. അവിടെ നിന്നാണെങ്കിൽ കോളനിയുള്ള ഭാഗത്തു നിന്നാണെങ്കിൽ മണ്ണെണ്ണയോ ഒന്നും അവിടെ ഉണ്ടാവില്ല. കാലം അതാണ്. പിന്നെ അച്ഛനൊരു 6 മണിയാവുമ്പോൾ ഇരുളടഞ്ഞിങ്ങനെ വരികയാണ്. ആ സമയത്ത് അച്ഛൻ അവിടുന്ന് ഇറങ്ങി വളരെ കഷ്ടപ്പെട്ടിട്ട് വീട്ടിലേക്കെത്തി. ആ ഒരു കാലത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വെള്ളം കയറുന്ന കാലങ്ങളൊക്കെ ഇത് ഓർമ്മയുണ്ടാവും. ഞാനിത് പറയാൻ വന്നത് വയനാട്ടിലെ ഈ കാലാവസ്ഥ വന്നപ്പോൾ വയനാട്ടിനെക്കുറിച്ച് എല്ലാവരും ടി വിയിൽ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. ദുരിതം എല്ലാ ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വയനാട് ജില്ലയിൽ വന്ന ദുരിതം പോലെ വേറൊരു ജില്ലയിലും വന്നിട്ടില്ല. നമ്മളിപ്പോൾ മഴ പെയ്യുമ്പോൾ പേടിയാണ് നമുക്ക്. അപ്പോൾ വയനാട്ടിൽ എല്ലാ വർഷവും വെള്ളം കയറും, വെള്ളം ഇറങ്ങും, ചെറിയ മണ്ണിടിച്ചിലുണ്ടാവാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിടിഞ്ഞ് 6 പേര് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും TV പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് അധികം ആളും അറിയില്ല. വയനാട്ടിൽ മുഴുവൻ തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ദുരിതങ്ങൾ വയനാട്ടിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വയനാട്ടുകാർ മഴ വരുമ്പോൾ ഒറ്റപ്പെടുന്ന പല വീട്ടുകാരും ഉണ്ടായിട്ടുണ്ട്. ദുരിതങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇനിയും കേരളക്കാരിൽ ഇങ്ങനെയൊന്നും ദുരിതം ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നമുക്ക് പിന്നീട് മറ്റൊരു വിശേഷവുമായി പിന്നീട് കാണാം.